ഹലോ എവരി വൺ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ ഇലക്ട്രിക്കൽ മെഷീൻസ് എന്തൊക്കെ തരം ഇലക്ട്രിക്കൽ മെഷീൻസ് ഉണ്ടെന്നും എ സി അതുപോലെ ഡി സി ഉണ്ട്. അതിൽ നമ്മൾ ഡി സി ജനറേറ്ററിനെ കുറിച്ചാണ് ഡി സി ജനറേറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളിനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ ഓഫ് ഡി സി ജനറേറ്റർ, അതായത് ഇതിൻ്റെ എന്തൊക്കെ പാർട്സ് ഉണ്ട്, ഡി സി ജനറേറ്ററിൽ എന്തൊക്കെ പാർട്സ് ഉണ്ട്, അതിൻ്റെ ഫങ്ഷൻസ്, അതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഒരു മെഷീൻ, ഒരു ഇലക്ട്രിക്കൽ മെഷീനിൽ രണ്ട് മെയിൻ പാർട്ടുകൾ ഉണ്ടാവുക. രണ്ട് മെയിൻ പാർട്ടുകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഒന്ന് സ്റ്റേറ്ററും അതേപോലെ തന്നെ റോട്ടറും. സ്റ്റേറ്റർ എന്ന് പറഞ്ഞാൽ സ്റ്റേഷനറി പാർട്ട്, അതായത് അത് സ്റ്റാറ്റിക് ആണ്, അത് എന്ത് ചെയ്യില്ല, സ്റ്റാറ്റിക് ആണ്, അത് റൊട്ടേറ്റ് ഒന്നും ചെയ്യില്ല, അത് സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്ന പാർട്ടാണ്. അതേപോലെ റോട്ടർ, റൊട്ടേറ്റിംഗ് പാർട്ട്, അതായത് അതാണ് റൊട്ടേറ്റ് ചെയ്യുക. ഇപ്പോൾ ഇലക്ട്രിക്കൽ ജനറേറ്ററിൻ്റെ, അതായത് ഇപ്പോൾ ഡി സി ജനറേറ്ററിൻ്റെ കേസിൽ വരുമ്പോൾ നമ്മൾ ആ റോട്ടറിനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ആണ് എന്ത് ചെയ്യണേ, ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാക്കുന്നത്. ഓക്കെ. അതുപോലെ മോട്ടർ ആകുമ്പോൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഇലക്ട്രിക്കൽ സപ്ലൈ കൊടുത്ത് റോട്ടറിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുക. ഓക്കെ, ടോർക്ക് ഉണ്ടാക്കുക, അതാണ് നമ്മൾ മോട്ടറിൽ ചെയ്യണത്. ഓക്കെ. അപ്പോൾ ഇതാണ് ഒരു ഇലക്ട്രിക്കൽ മെഷീൻ്റെ രണ്ട് മെയിൻ പാർട്ട്, സ്റ്റേറ്ററും റോട്ടറും. ഇനി സ്റ്റേറ്ററിൽ എന്തൊക്കെ ഉണ്ടാവും, റോട്ടറിൽ എന്തൊക്കെ ഉണ്ടാവും എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഒരു ഡി സി ജനറേറ്ററിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ ഇതിലെല്ലാം പാർട്സും ഉണ്ട്. ഇതൊരു ക്രോസ് സെക്ഷണൽ വ്യൂ ആണ്. ഓക്കെ. അതായത് നമ്മുടെ മോട്ടറിനെ മുറിച്ചിട്ട് കാണുന്നൊരു വ്യൂ ആണ്, ഒരു 2D വ്യൂ ആണിത്. ഓക്കെ. അപ്പോൾ നമ്മളിതിലെല്ലാം പാർട്സിനെയും കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഈ പിക്ചർ നന്നായി മനസ്സിലാക്കുക. ഞാൻ പിക്ചർ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇതിൻ്റെ ഔട്ടർ പാത്ത് കണ്ടോ, ഔട്ടർ ആയിട്ടൊരു പാർട്ട് കണ്ടോ, ഈ ഔട്ടർ ആയി പാർട്ട്, ഇതാണ് എന്ത്, ഫ്രെയിം ഓർ യോക്ക് എന്ന് പറയുക. ഓക്കെ, ഇതിനാണ് യോക്ക് എന്ന് പറയുക. ഇതാണ് മോട്ടറിനെ കവർ ചെയ്യുന്ന പാർട്ട്. ഇതിനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഈ യോക്കിൽ ഫിക്സ് ചെയ്ത പാർട്ട് കണ്ടില്ലേ, ഈ ഷേപ്പിലുള്ള പാർട്ട് കണ്ടില്ലേ, ഇതാണ് എന്ത്, പോൾസ്. ഓക്കെ, ഇതാണ് പോൾസ്. ഈ രണ്ട് പോളിൻ്റെ ഇടയിലും ഇന്റർപോൾ നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത്രയും ഭാഗമാണ് എന്ത്, അതുപോലെ ഈ പോളിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വൈൻഡിങ്സ്, ഫീൽഡ് വൈൻഡിങ്സ് വൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പോളാണ് എന്ത് ചെയ്യുന്നത്, ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഫ്ലക്സിനെ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഫ്ലക്സ് കട്ട് ചെയ്യും, അങ്ങനെയാണ് EMF ഉണ്ടാവുന്നത്. ഓക്കെ. അപ്പോൾ ഇതാണ് പോൾസ്, രണ്ട് നോർത്ത് പോളും രണ്ട് സൗത്ത് പോളും. ഇതൊരു 4 പോൾ DC ജനറേറ്റർ ആണ്. ഓക്കെ. അതേപോലെ തന്നെ ഇത്രയും ഭാഗമാണ് എന്ത് വരുന്നത്, നമ്മുടെ സ്റ്റേഷനറി പാർട്ടായ സ്റ്റേറ്ററായിട്ട് വരുന്നത്. ഓക്കെ. അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് റോട്ടറി പാർട്ടിക്ക് എത്താം. റോട്ടർ പാർട്ട്, അതായത് ഈ റോട്ടർ പാർട്ട് വരുമ്പോൾ മെയിനായിട്ട് വരുന്ന ആർമേച്ചറാണ്. ഓക്കെ. ഈ ആർമേച്ചർ എന്ന് പറയുമ്പോൾ ആർമേച്ചറിൽ നമ്മൾ എന്തൊക്കെയുണ്ട്, അതിൽ ആർമേച്ചർ കോർ ഉണ്ട്, അതേപോലെ ആർമേച്ചർ വൈൻഡിങ്സ് ഉണ്ട്. ഇതൊക്കെ ഓരോ സ്ലോട്ടുകളാണ്. ഓക്കെ. ഈ സ്ലോട്ടിലാണ് നമ്മൾ എന്ത് ചെയ്യുക, വൈൻഡിങ്സ് വൗണ്ട് ചെയ്യുക. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്സ്, ഈ പാർട്ടാണ് കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്സ്. സ്പ്ലിറ്ററിങ് കമ്മ്യൂട്ടേറ്റർ DC ജനറേറ്ററിലാകുമ്പോൾ നമുക്ക് DC അല്ലേ ഔട്ട്പുട്ട് വരിക, AC ആകുമ്പോൾ അവിടെ സ്ലിപ്പാണ് വരിക, DC ആയതുകൊണ്ട് ഇവിടെ സ്പ്ലിറ്ററിങ് കമ്മ്യൂട്ടേറ്റർ ആണ് വരിക. ഓക്കെ. ഇതൊക്കെ റോട്ടറിൽ പെട്ട ഭാഗങ്ങളാണ്. അതുപോലെ തന്നെ ഈ ഒരു ഉള്ളിലൊരു സർക്കിൾ കണ്ടില്ലേ, ഇതാണ് എന്ത്, ഷാഫ്റ്റ്. ഈ ഷാഫ്റ്റിലാണ് ഈ ആർമേച്ചർ എന്ത് ചെയ്യുക, വൗണ്ട് ചെയ്യുക. ഈ ഷാഫ്റ്റാണ് നമുക്ക് ഒരു DC ജനറേറ്ററിൻ്റെ പുറത്ത് കാണാൻ നമ്മൾ ഈ ഷാഫ്റ്റിനെ റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ടർബൈൻ്റെ സഹായത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യും, ഷാഫ്റ്റിനെ റൊട്ടേറ്റ് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ. അതുപോലെ നമ്മൾ ഈ കമ്പ്യൂട്ടർ സെഗ്മെന്റ്സിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, രണ്ട് ബ്രഷസ് എന്ത് ചെയ്തിട്ടുണ്ട്, വെച്ചിട്ടുണ്ട്. ആ ബ്രഷസ് എന്തിനാണ്, ബ്രഷും ഒരു സ്റ്റാറ്റിക് പാർട്ടാണ്. ബ്രഷസ് നമുക്ക് എന്താണ്, ഈ കറങ്ങുന്ന ആർമേച്ചറിൽ നിന്ന് നമുക്ക് ഇലക്ട്രിക്കൽ സപ്ലൈ ഔട്ട്പുട്ട് എടുക്കണ്ടേ, അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബ്രഷ് യൂസ് ചെയ്യുന്നത്. ബ്രഷസ് നോർമലി ഗ്രാഫൈറ്റ് ബ്രഷ് അല്ലെങ്കിൽ കാർബൺ ബ്രഷസ് ആണ് യൂസ് ചെയ്യുക. ഇത് ടച്ച് ചെയ്ത് ഇലക്ട്രിസിറ്റി ഇതിൽ നിന്ന് നമ്മൾ ഔട്ട്പുട്ടിലേക്ക് എടുക്കും. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ പാർട്ടുകൾ. അപ്പോൾ നമുക്ക് ഇതിൽ ഓരോ പാർട്ടും ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് ഞാൻ ഈ ഓരോ പാർട്ടും ഇതിലേക്ക് കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞ എസെൻഷ്യൽ പാർട്സ് ഓഫ് DC ജനറേറ്റർ എന്തൊക്കെയാണ് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത്, മെയിനായിട്ട് യോക്ക്,
പോൾ ഷൂ ആൻഡ് പോൾ കോർ, അതുപോലെ ഫീൽഡ് വൈൻഡിങ്, ആർമേച്ചർ കോറ്, ആർമേച്ചർ വൈൻഡിങ്, കമ്മ്യൂട്ടേറ്റർ, ബ്രഷസ്, ഷാഫ്റ്റ്, അതുപോലെ ടെർമിനൽ ബോക്സ്. ഇതൊക്കെയാണ് എന്ത് എസെൻഷ്യൽ പാർട്ട് ഓഫ് ഡി സി ജനറേറ്റർ. അപ്പോൾ നമുക്ക് ഓരോ പാർട്ടിനെ ഒരു ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആദ്യം യോക്ക്. അപ്പോൾ യോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറഞ്ഞു, യോക്ക് ഈസ് ഓൾസോ കോൾഡ് ആസ് എ ഫ്രെയിം ഓഫ് ദ മെഷീൻ. അതായത് മെഷീൻ്റെ ഒരു ഔട്ടർ ഫ്രെയിമാണ് എന്ത് യോക്ക്. അതായത് മെഷീൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്? പോൾസ്, റൊട്ടേറ്റിംഗ് പാർട്സ്, ആർമേച്ചർ, ഇതിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക. എന്തിൽ നിന്ന്? മോയ്സ്ചറും ഡസ്റ്റും മെക്കാനിക്കൽ ഡാമേജിൽ നിന്നും. അതായത് ഒരു മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കുക, എല്ലാ പാർട്സിനും ഒരു മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു പാർട്ടാണ് എന്ത് യോക്ക്. നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും. ഇതാണ് ഒരു യോക്കിൻ്റെ പിക്ചർ. ആ പിക്ചറിൻ്റെ മുകളിലാണ് ടെർമിനൽ ബോക്സ് കണ്ടിട്ടുണ്ട്. ലിഫ്റ്റ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ മോട്ടറിനെ പൊക്കിയെടുക്കണ്ടേ. അതായത് എന്തെങ്കിലും ക്രെയിൻ്റെ സഹായത്തോടെ വലിയ വലിയ മോട്ടറൊക്കെ ആണെങ്കിൽ നമുക്ക് പൊക്കിയെടുക്കണ്ടേ. നമ്മളതിൽ എന്തെങ്കിലും ഒരു കയറോ എന്തെങ്കിലും കെട്ടിത്തൂക്കി നമ്മൾ വലിച്ച് പൊക്കിയെടുത്ത് പ്ലേസ് ചെയ്യുമല്ലോ. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ലിഫ്റ്റ് ആയി ഉപയോഗിക്കുന്നത്. ആണ് ഫ്രെയിം. ഫീറ്റ് നമ്മൾ എന്തെങ്കിലും എവിടെയെങ്കിലും പ്ലിന്തിലൊക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പാർട്ടാണ് ഫീറ്റ്. ഇതാണ് ഇതിൻ്റെ പ്രാക്ടിക്കൽ ഇമേജ്. കണ്ടോ, പ്രാക്ടിക്കൽ ഇമേജിൽ കണ്ടില്ലേ നിങ്ങൾ? യോക്കിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിലുള്ള ഫീൽഡ് ഉണ്ട്, പോൾസ് ഉണ്ട്. അപ്പോൾ പിന്നെ എന്താ പറഞ്ഞ, പോൾസിന് മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കുന്നതും ഈ യോക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണാൻ പറ്റും. ഈ പോൾസ് എന്തിലാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്? യോക്കിലാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ബോൾട്ട്, നട്ടും ബോൾട്ടൊക്കെ വെച്ച് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് ഈ യോക്കിലാണ്. അതുപോലെ ഇവിടെ ഇന്റർപോൾസിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോ പറയാം, ഡിസ്കസ് ചെയ്യാം. എന്തിനാ യൂസ് ചെയ്യുന്നത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കുക, ഇന്റർപോൾസും ഉണ്ട്. രണ്ട് പോൾസിൻ്റെ ഇടയിൽ വെക്കുന്ന ഒരു പോൾസാണ് ഇന്റർപോൾസ്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുന്നത്, കമ്മ്യൂട്ടേഷൻ മാക്സിമം ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പോൾസാണ് ഇന്റർപോൾസ്. ഓക്കെ. അപ്പോൾ ഈ പോൾസ് എന്തിലാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്? നമ്മുടെ യോക്കിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഫിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പോൾസിന് ഒരു മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കുന്നതും യോക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ യോക്കിൻ്റെ വേറൊരു യൂസ്ഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോ റിലക്റ്റൻസ് പാത്ത് പ്രൊവൈഡ് ചെയ്യും ഫ്ലക്സിന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഈ നമുക്കറിയാം ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ കറണ്ടിൻ്റെ ഒരു ഒപ്പോസിഷൻ പാരാമീറ്റർ ആണ് എന്ത്? റെസിസ്റ്റൻസ്. അതുപോലെ മാഗ്നറ്റിക് സർക്യൂട്ട്സിൽ വരുമ്പോൾ അവിടെ മാഗ്നറ്റിക് ഫ്ലക്സിന് ഒപ്പോസ് ചെയ്യുന്ന ഒരു പാരാമീറ്റർ ആണ് റിലക്റ്റൻസ്. ഓക്കെ. അപ്പോൾ ഈ റിലക്റ്റൻസ് മിനിമം ആവുമ്പോഴാണ് മാക്സിമം ഫ്ലക്സ് നമുക്ക് കിട്ടുക. അപ്പോൾ ഈ യോക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? മാക്സിമം ഫ്ലക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഒരു മാക്സിമം ലോ റിലക്റ്റൻസ് പാത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്താണ്, ഫ്ലക്സ് ലീക്കായി പുറത്തേക്ക് പോവില്ല, ഇതിൻ്റെ ഉള്ളിൽ തന്നെ മാക്സിമം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? മാക്സിമം ഫ്ലക്സ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം EMF കിട്ടും. ഓക്കെ. അപ്പോൾ ലോ റിലക്റ്റൻസ് മെറ്റീരിയൽസ് ആയ കാസ്റ്റ് അയൺ, സിലിക്കൺ സ്റ്റീല്, റോൾഡ് സ്റ്റീല്, കാസ്റ്റ് സ്റ്റീല് എന്നീ മെറ്റീരിയൽസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? യോക്ക് ബേസിക്കലി മേക്ക് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കണം. അതുപോലെ തന്നെ ചെറിയ DC മെഷീൻസിൽ നമ്മൾ യോക്ക് എന്തുകൊണ്ട് ഉണ്ടാക്കുക? കാസ്റ്റ് അയൺ കൊണ്ടാണ് ഉണ്ടാക്കുക. പക്ഷേ വലിയ ലാർജ് DC മെഷീൻസിലൊക്കെ വലിയ ഔട്ട്പുട്ട് വരുന്ന DC മെഷീൻസ് പറയുമ്പോൾ DC മോട്ടറും DC ജനറേറ്ററും ഒക്കെ പറയാം, ഒക്കെ ഉണ്ടാക്കുന്നത് എന്താണ്? കാസ്റ്റ് സ്റ്റീലും അതുപോലെ റോൾഡ് സ്റ്റീല് ആകെയാണ് വെച്ചുണ്ടാക്കുക. ബേസിക്കലി ഒരു DC ജനറേറ്ററും DC മോട്ടറും എന്ന് വെച്ചാൽ സിമിലർ ഡിസൈനാണ്, അതിന് വലിയ വ്യത്യാസമൊന്നുമില്ല. രണ്ടും സെയിം ഡിസൈനാണ്, പാർട്ടുകളൊക്കെ സെയിം ആണ്, വർക്കിങ്ങിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. സിമിലർ ആണ് അതിൻ്റെ ഡിസൈൻസും വർക്ക് ഇതൊക്കെ. ഓക്കെ. അതാണ് യോക്കിനെ കുറിച്ച്. അപ്പോൾ നെക്സ്റ്റ് മെയിൻ പാർട്ട് ഈസ് പോൾ ഷൂ ആൻഡ് പോൾ കോർ. ഓക്കെ. അപ്പോൾ എന്താണ് പോൾ ഷൂ ആൻഡ് പോൾ കോർ? എ പോൾ ഓഫ് DC മെഷീൻ ഈസ് എ സപ്പോർട്ടിംഗ് സ്ട്രക്ചർ ടു ഇലക്ട്രോമാഗ്നറ്റ്. ദ ഫീൽഡ് വൈൻഡിങ്സ് ഈസ് വൗണ്ട് ഓവർ ദ പോൾസ്. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ റൈറ്റ് സൈഡിൽ ഫിഗറിലേക്ക് നോക്കുക. ഇതാണ് എന്ത്? ഒരു പോൾ കോർ. 1 സെക്കൻഡ്. ഇതാണ് എന്ത്? ഒരു പോൾ കോറ്. അപ്പോൾ ഈ പോൾ കോറിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഫീൽഡ് വൈൻഡിങ്സ് വൗണ്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിന് ഒരു സപ്പോർട്ടിംഗ് സ്ട്രക്ചറാണ് എന്താണ് ഈ പോൾ കോർ എന്ന് പറയുക. നിങ്ങൾ ഈ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ. എന്താണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു അയൺ റോഡിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഫീൽഡ്, അതായത് ഇതിലും കണ്ടക്ടർ വൗണ്ട് ചെയ്തിട്ട് അതിൽ സപ്ലൈ കൊടുക്കുമ്പോൾ ആ ഒരു സ്ട്രക്ചർ എന്താവും? ഇലക്ട്രോമാഗ്നറ്റായിട്ട് മാറും. ഓക്കെ. അത് തന്നെയാണ് ഇവിടെ നിന്നും സംഭവിക്കുന്നത്. നമ്മൾ
ഡി സി ജനറേറ്ററിൽ അഥവാ ഡി സി മോട്ടറിലൊക്കെ നമ്മൾ ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് പെർമനന്റ് മാഗ്നറ്റ് അല്ല, ഇലക്ട്രോ മാഗ്നറ്റ് ആണ്. ചെറിയ ചെറിയ മിനി മോട്ടറിലൊക്കെ നമ്മൾ എന്താ യൂസ് ചെയ്യുക, പെർമനന്റ് മാഗ്നറ്റ് ആണ് യൂസ് ചെയ്യുക. പക്ഷേ ലാർജ് മോട്ടറിലും ലാർജ് ജനറേറ്ററിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇലക്ട്രോ മാഗ്നറ്റ് ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫ്ലക്സിന്റെ ഇന്റൻസിറ്റി കൂട്ടാൻ പറ്റും. ഈ പെർമനന്റ് മാഗ്നറ്റിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഫ്ലക്സിന്റെ ഇന്റൻസിറ്റി കൂട്ടാൻ പറ്റില്ല. നമുക്ക് ഫ്ലക്സിന്റെ ഇന്റൻസിറ്റി അത് എന്താണോ ഒരു മാഗ്നറ്റ് ഫിക്സ് ചെയ്താൽ അതിന്റെ ഇന്റൻസിറ്റി കിട്ടുള്ളൂ. പക്ഷെ നമുക്ക് ഇതിവിടെ നമുക്ക് അറിയാം ഇതിന്റെ വോൾട്ടേജ്, സപ്ലൈ വോൾട്ടേജ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കൂട്ടാൻ പറ്റും, ഫ്ലക്സിന്റെ ഇന്റൻസിറ്റി കൂട്ടാൻ പറ്റും. അപ്പോൾ മാക്സിമം ഫ്ലക്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇലക്ട്രോ മാഗ്നറ്റ് നമ്മുടെ ഈ വൈൻഡിങ്സ്, അതായത് ഈ ഫീൽഡ് വൈൻഡിങ്സ് നമ്മൾ ചുറ്റുന്നത്, ഈ വൗണ്ട് ചെയ്യുന്നത് ഈ പോൾ കോറിലാണ്. ഓക്കെ, അപ്പോൾ ഈ പോൾ കോർ ഉണ്ടാക്കിയിരിക്കുന്നത് സിംഗിൾ സ്ട്രക്ചർ, സിംഗിൾ ഷേപ്പ് അല്ല, ചെറിയ ചെറിയ സ്റ്റീൽ ലാമിനേഷൻ, അതായത് ചെറിയൊരു ഷീറ്റ് ഉണ്ടാക്കും. ഇതുപോലത്തെ ഈ സ്ട്രക്ചറിൽ ഷീറ്റ് ഉണ്ടാക്കി നമ്മൾ ലാമിനേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സ്ട്രക്ചർ ഉണ്ടാക്കുക. ഒറ്റ സ്ട്രക്ചർ അല്ല ഇത്, കുറേ ഷീറ്റുകൾ ലാമിനേറ്റ് ചെയ്തിട്ട് അടുക്കി വെച്ചുണ്ടാക്കിയ ഒരു സ്ട്രക്ചറാണ് എന്ത്. അതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ എഡി കറണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ പോൾ ഷൂ ഈസ് എൻ എക്സ്റ്റെൻഡഡ് പാർട്ട് ഓർ ഷവർ ലൈക്ക് സ്ട്രക്ചർ ഓഫ് എ പോൾ. അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ പോള് ഇവിടുന്ന് അടിയിലേക്ക് പോകുന്നോറും ഇതിന്റെ ഏരിയ കൂടുന്നുണ്ട്. ഒരു ഷവർ ലൈക്ക് സ്ട്രക്ചർ ആണ്. അതായത് നമ്മൾ ബാത്റൂമിലൊക്കെ ഉണ്ടാവില്ല ഷവർ, ഈ ഷവറിന്റെ ഷേപ്പ് പോലെയാണ് വരുന്നത്. ഏരിയ കൂട്ടുന്നുണ്ട്. അത് എന്തിനാ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഫ്ലക്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ, മാക്സിമം ഫ്ലക്സ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ സ്ട്രക്ചർ ആക്കുന്നത്, ഈ പോൾ ഷൂ പോലെ ഷവർ ലൈക്ക് സ്ട്രക്ചർ ആക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പാർട്ടാണ് നമ്മൾ പോൾ ഷൂ എന്ന് പറയുക. ഈ മൊത്തത്തിന് നമ്മൾ പറയുന്നതാണ് പോൾ കോർ എന്ന് പറയുക. ഓക്കെ, ഈ അടിയത്തെ ഏരിയ കൂടുന്ന ഭാഗത്താണ് നമ്മൾ എന്ത് പറയുക, പോൾ ഷൂ എന്ന് പറയുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണാൻ പറ്റും എന്താണ്, ഇവിടെ യോക്കിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പോൾ കോർ ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ അടിയിൽ കണ്ടില്ലേ നിങ്ങൾ ഏരിയ എൻലാർജ് ചെയ്യുന്നത്, ഒരു ഷവർ ലൈക്ക് സ്ട്രക്ചർ. അതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഫ്ലക്സ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മാക്സിമം ഫ്ലക്സ് കട്ട് ചെയ്യേണ്ട ഈ ആർമേച്ചർ, അപ്പോഴല്ലേ മാക്സിമം EMF ഉണ്ടാവുള്ളൂ. അപ്പോൾ മാക്സിമം ഫ്ലക്സ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പോൾ ഷൂ ഈ സ്ട്രക്ചർ ഇവിടെ ഏരിയ എൻലാർജ് ചെയ്യുന്നതായിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ അതേപോലെ തന്നെ നമ്മൾ ലോ റിലക്റ്റൻസ് മാഗ്നറ്റിക് മെറ്റീരിയൽസ് ആയ കാസ്റ്റ് സ്റ്റീലും കാസ്റ്റ് അയൺ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ പോൾ ഷൂസ് ഉണ്ടാക്കുക. ഓക്കെ, പോൾ കോർ നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ ഇതാണ് പോളിനെ കുറിച്ച് പറയാനുള്ളത്. അതുപോലെ ഇതിൽ വരുന്ന ഒരു വേറെ പാർട്ടാണ് ഇന്റർപോള്. അത് ഞാൻ വേറെ വീഡിയോ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗമാണ് എന്ത്, സ്റ്റേഷനറി പാർട്ട്. മെയിനായിട്ട് സ്റ്റേഷനറി പാർട്ടിൽ വരുന്നത് യോക്കും പോളാണ് മെയിനായിട്ട് വരുന്നത്. ഓക്കെ, ഇനി അതിന് നമ്മൾ ഈ പോളിൽ എന്ത് ചെയ്യും, വൈൻഡിങ്സ്, അതായത് കണ്ടക്ടർ വൗണ്ട് ചെയ്യും. വൗണ്ട് ചെയ്തിൽ സപ്ലൈ കൊടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യണത്, ഇലക്ട്രോമാഗ്നറ്റായി മാറുന്നത്. ഈ ഒരു സ്ട്രക്ചർ ഇലക്ട്രോമാഗ്നറ്റായി മാറുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ദ കോയിൽസ് വൗണ്ട് അറൗണ്ട് ദ പോൾ കോർസ് ആർ കോൾഡ് ഫീൽഡ് കോയിൽസ്. അപ്പോൾ പോൾ കോറിന്റെ അറൗണ്ട് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കോയിൽസ് വൗണ്ട് ചെയ്യും. അപ്പോൾ അതാണ് എന്ത് ചെയ്യുക, ഫീൽഡ് വൈൻഡിങ്സ് അല്ലെങ്കിൽ ഫീൽഡ് കോയിൽസ് എന്ന് പറയാം. നമ്മൾ ഈ വൗണ്ട് ചെയ്യുന്നത് സീരീസ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, സീരീസ് കോമ്പിനേഷൻ ഓഫ് ഫീൽഡ് കോയിൽ അലോങ് വിത്ത് ടു ഫോം ഫീൽഡ് വൈൻഡിങ്സ് ഓഫ് എ DC മെഷീൻ. അതായത് നമുക്ക് ഈ ഫിഗറിൽ കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടുന്ന് ഒരു കണ്ടക്ടർ വന്നിട്ട് ഈ കോറിന്റെ മുകളിൽ നമ്മൾ വൗണ്ട് ചെയ്തിട്ട് അതേ കണ്ടക്ടർ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ കോറിന്റെ മുകളിൽ മൗണ്ട് ചെയ്തിട്ടുള്ളത്. അതേ കണ്ടക്ടർ തന്നെയാണ് ഈ കോറിന്റെ മുകളിൽ മൗണ്ട് ചെയ്തിട്ടുള്ളത്. അതേ കണ്ടക്ടറാണ് ഈ കോറിന്റെ മുകളിൽ മൗണ്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ നെഗറ്റീവായിട്ട് പോകുന്നു. അപ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്, സീരീസ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ കോറിന്റെ മുകളിൽ, അതായത് പോൾ കോറിന്റെ മുകളിൽ നമ്മൾ കോയിൽസ് വൗണ്ട് ചെയ്യുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരെണ്ണം ഇങ്ങനെ ആന്റി ക്ലോക്ക് വൈസിൽ വൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ മറ്റത് ക്ലോക്ക് വൈസിൽ അവിടെ വൗണ്ട് ചെയ്യുക. അതെന്തിനാ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, നമുക്ക് ഒന്ന് നോർത്ത് ആണെങ്കിൽ ഒന്ന് സൗത്ത് ആണ് കിട്ടുന്നത്. ഓക്കെ, അതിനാണ് നമ്മൾ ഒന്ന് ആന്റി ക്ലോക്ക് വൈസിൽ വൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ മറ്റത് എന്താവും, ക്ലോക്ക് വൈസിലാവും വൗണ്ട് ചെയ്യുക. അല്ലെങ്കിൽ ഒന്ന് ക്ലോക്ക് വൈസിൽ വൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ മറ്റത് ആന്റി ക്ലോക്ക് വൈസിലാവും വൗണ്ട് ചെയ്യുക. പിന്നെ നമ്മൾ ഈ യൂസ് ചെയ്യുന്നത് ഫീൽഡ് കോയിൽസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ കോപ്പർ ആണ് യൂസ് ചെയ്യുക. ഓക്കെ, കോപ്പർ കണ്ടക്ടർ ആണ് നമ്മൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. നമ്മൾ എന്താണ് ഫീൽഡ് വൈൻഡിങ്സിൽ നമ്മൾ സപ്ലൈ കൊടുക്കുമ്പോൾ അത് ഒരു ഇലക്ട്രോമാഗ്നറ്റ് ആയിട്ട് മാറും പറഞ്ഞാണ്. അപ്പോൾ മെറ്റീരിയൽസ് ആയിട്ട് നമ്മൾ കോപ്പർ ആണ് യൂസ് ചെയ്യുക. ഈ കോപ്പർ എന്ത് ചെയ്യും, ഇനാമിൽ ചെയ്തിട്ടുണ്ടാവും, അതായത് വാർണിഷ് അടിച്ചിട്ടുണ്ടാവും. അതായത് ഈ രണ്ട് കോയിലും തമ്മിൽ ഒരു ഷോർട്ട് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, ഷോർട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്
കത്തിപ്പോവും, നമ്മുടെ ജനറേറ്റർ കത്തിപ്പോവും. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഈ കോയിലിനെ നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് വാർണിഷ് അടിക്കും. വാർണിഷ് അടിക്കുക എന്ന് പറയാം, ഇനാമൽ ചെയ്യും, ചെറിയൊരു ഇൻസുലേഷൻ പ്രൊവൈഡ് ചെയ്യും. വലിയ ഇൻസുലേഷൻ അല്ല, ചെറിയ രീതിയിൽ ഇൻസുലേഷൻ ചെയ്യും, നമ്മൾ വാർണിഷ് അടിക്കുക എന്ന് പറയാം. അപ്പോൾ ഇതാണ് ഒരു പ്രാക്ടിക്കൽ ഇമേജ്, ഫീൽഡ് വൈൻഡിങ്സിന്റെ പ്രാക്ടിക്കൽ ഇമേജ് ഇതാണ്. ഓക്കെ, ഇങ്ങനെയാണ് ഉണ്ടാവുക ഫീൽഡ് വൈൻഡിങ്സിന്റെ പ്രാക്ടിക്കൽ ഇമേജ്. ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ ഒരു ഷെയ്ഡഡ് പാർട്ട് കണ്ടില്ലേ, ഇതാണ് എന്ത്, ഫീൽഡ് വൈൻഡിങ്സ്. ഓക്കെ, ഇതാണ്, ഇത്രയും ഭാഗമാണ് മെയിനിലായിട്ട് വരുന്നത്. സ്റ്റാറ്റിക് പാർട്ടിൽ വരുന്ന മെയിനിലായിട്ട് വരുന്ന, സ്റ്റേഷനറി പാർട്ടിൽ എന്തൊക്കെയാണ്, യോക്കും പോൾ കോറും അതുപോലെ പോൾ വൈൻഡിങ്സും. ഓക്കെ, ഫീൽഡ് വൈൻഡിങ്സ്. നെക്സ്റ്റ് വൺ ഈസ് നമുക്ക് റൊട്ടേഷണൽ പാർട്ടിലേക്ക് കിടക്കാം, റോട്ടറിലേക്ക് കിടക്കാം. അപ്പോൾ റോട്ടറിൽ മെയിൻ ആയിട്ട് വരുന്നത് എന്തൊക്കെയാണ്, ആർമേച്ചർ കോറും അതുപോലെ തന്നെ ആർമേച്ചർ വൈൻഡിങ്സും അതുപോലെ കമ്മ്യൂട്ടേറ്ററും ഒക്കെയാണ് വരുന്നത്. അപ്പോൾ എന്താണ് ആർമേച്ചർ കോർ? അപ്പോൾ ആർമേച്ചർ കോർ ഈസ് എ സിലിണ്ടറിക്കൽ ഡ്രം ലൈക്ക് സ്ട്രക്ചർ വിച്ച് ഈസ് മൗണ്ടഡ് ഓൺ ദ ഷാഫ്റ്റ്. അത് ഞാൻ പറഞ്ഞു, ഷാഫ്റ്റിന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യും, മൗണ്ട് ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്, സിലിണ്ടറിക്കൽ സ്ട്രക്ചറാണ് എന്ത്, ആർമേച്ചർ കോർ. അപ്പോൾ ഈ ആർമേച്ചർ കോർ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണ്, ഒരു സിംഗിൾ ലാമിനേഷൻ, വൺ ലാമിനേഷൻ ഷീറ്റ്, ഈ ഒരു സ്ട്രക്ചർ നമ്മൾ ഉണ്ടാക്കും. ഓക്കെ, ഈ സ്ട്രക്ചർ ഉണ്ടാക്കും. ഈ സ്ട്രക്ചർ കുറേ എണ്ണം നമ്മൾ എന്ത് ചെയ്യും, അടുക്കി വെച്ച്, നമ്മൾ പോൾ കോറിന്റെ ഉണ്ടാക്കിയ പോലെ തന്നെ ആർമേച്ചർ കോർ നമ്മൾ ഉണ്ടാക്കുക എങ്ങനെയാണ്, അടുക്കി വെച്ച് ഉണ്ടാക്കുന്ന സ്മോൾ ലാമിനേഷൻ ഷീറ്റ് നമ്മൾ ലാമിനേറ്റ് ചെയ്ത് വെച്ച് ഉണ്ടാക്കുന്ന സ്ട്രക്ചറാണ് എന്ത്, ആർമേച്ചർ കോർ. ഇതൊറ്റ സിംഗിൾ സ്ട്രക്ചർ അല്ല, ഇത് നമ്മൾ കുറേ ഷീറ്റുകൾ വെച്ച് സ്റ്റാക്ക് ചെയ്ത് അടുക്കി വെച്ചുണ്ടാക്കുന്ന ഒരു സ്ട്രക്ചറാണ് എന്ത്, ഈ ആർമേച്ചർ കോർ. അത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ മിനിമൈസ് എഡി കറണ്ട് ലോസ്. നിങ്ങൾക്കറിയാം, എഡി കറണ്ട് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇങ്ങനെ നമ്മൾ ലാമിനേഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഇറ്റ് ഈസ് പ്രൊവൈഡ് വിത്ത് എ ലാർജ് നമ്പർ ഓഫ് സ്ലോട്ട് ഓവർ ഇറ്റ്സ് പെരിഫറി. അതിന് പുറത്ത് എന്ത് ചെയ്യും, നമ്മൾ കുറേ സ്ലോട്ടുകൾ നിങ്ങൾക്ക് കാണാം കേട്ടോ, കുറേ സ്ലോട്ടുകൾ നിങ്ങൾക്ക് കാണാം. അത് എന്തിനാണ് സ്ലോട്ട് നമ്മൾ വെക്കുന്നത്, ആ സ്ലോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരലൽ ടു ഷാഫ്റ്റ് ആണ്. അപ്പോൾ ഈ സ്ലോട്ടിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ കണ്ടക്ടേഴ്സ് എന്ത് ചെയ്യുക, പ്ലേസ് ചെയ്യുക. ഈ കണ്ടക്ടേഴ്സ് പ്ലേസ് ചെയ്യുന്നത് ഈ സ്ലോട്ടിലാണ്, ആർമേച്ചർ കോറിൽ പ്ലേസ് ചെയ്യുന്നത് കണ്ടക്ടേഴ്സ് ആണ്. ഓക്കെ, ഈ സ്ലോട്ടിലാണ് നമ്മൾ എന്ത് ചെയ്യുക, കണ്ടക്ടേഴ്സ് പ്ലേസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ആർമേച്ചർ കോർ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് കാസ്റ്റ് സ്റ്റീൽ, അതുപോലെ തന്നെ കാസ്റ്റ് അയേൺസ്, ഹൈ പെർമിബിലിറ്റിയും ലോ റിലക്റ്റൻസ് മെറ്റീരിയൽസ് ആയ കാസ്റ്റ് സ്റ്റീലും കാസ്റ്റ് അയൺ നമ്മൾ എന്ത് ചെയ്യുക, ഈ ആർമേച്ചർ കോർ വെച്ച് ഉണ്ടാക്കുക. ഓക്കെ, ഇതിൻ്റെ ഈ ഹോൾ കണ്ടില്ല, ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഷാഫ്റ്റ് നമ്മൾ ഉള്ളിലേക്ക് കയറ്റുക. എന്നിട്ട് ഈ ഷാഫ്റ്റിലാണ് നമ്മൾ ഈ കോർ മൗണ്ട് ചെയ്യുക. അതുപോലെ ഈ ഓരോ ലാമിനേഷൻ ഷീറ്റും നമ്മൾ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഓരോ ഹോൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ കോർ ബോൾട്ട് വെച്ച് നമ്മൾ എന്ത് ചെയ്യും, ടൈറ്റൻ ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എഡി കറണ്ട് ലോസ് കുറയ്ക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഫിഗറിൽ കാണാൻ പറ്റും, ഇവിടെ ഈ ഫിഗറിൽ നോക്കിയേ, ഇതാണ് എന്ത്, ആർമേച്ചർ ഇവിടെ സ്ലോട്ടുകൾ ഉണ്ടല്ലേ, ഈ സ്ലോട്ട് കണ്ടോ, ഇതാണ് ഓരോ സ്ലോട്ടുകൾ. ഇതൊരു ക്രോസ് സെക്ഷണൽ വ്യൂവിൽ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ സ്ലോട്ടുകൾ ഉണ്ട്, ഈ സ്ലോട്ടിൽ എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും, ആർമേച്ചർ കണ്ടക്ടേഴ്സ് എന്ത് ചെയ്യും, വൗണ്ട് ചെയ്യും. ഓക്കെ, ഇതിന് പാരലായിട്ടാണ് എന്ത് ചെയ്യുക, ഷാഫ്റ്റ് നമ്മൾ കണക്ട് ചെയ്യുക. ഇനി നമുക്ക് എന്താ നോക്കേണ്ടത്, ഇതാണ് ഇതിനൊരു പ്രാക്ടിക്കൽ ഇമേജ് ഉണ്ടോ, ഇങ്ങനെയാണ് ഉണ്ടാവുക കണ്ടോ. ഇതാണ് ഈ ഓരോ ഗ്യാപ്പ് കണ്ടില്ലേ, ഈ ഗ്യാപ്പിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ കുറേ സ്ലോട്ടുകൾ ഉണ്ടല്ലേ, ഈ സ്ലോട്ടിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ആർമേച്ചർ വൈൻഡിങ്സ് എന്ത് ചെയ്യുക, വൗണ്ട് ചെയ്യുക. അതെന്താണ്, ഈ പാരലൽ ടു ഷാഫ്റ്റ് ആണ് അല്ലേ, പാരലൽ ടു ഷാഫ്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വൗണ്ട് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ കമ്മ്യൂട്ടേറ്റർ, അതൊക്കെ നമുക്ക് പറയാം. ഓക്കെ, ഇതാണ് നമ്മളൊരു പ്രാക്ടിക്കൽ ഇമേജ്. ഇനി എന്താണ് ആർമേച്ചർ വൈൻഡിങ്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ആർമേച്ചർ സ്ലോട്ടിൽ നമ്മൾ എന്ത് ചെയ്യും, കോറിൽ സ്ലോട്ട് ഉണ്ടാവും, ആ സ്ലോട്ടിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ആർമേച്ചർ വൈൻഡിങ്സ് കണ്ടക്ടേഴ്സ് നമ്മൾ എന്ത് ചെയ്യുക, പ്ലേസ് ചെയ്യുക, വൗണ്ട് ചെയ്യുക. അത് പാരലൽ ടു ഷാഫ്റ്റ് ആണെന്ന് പറഞ്ഞു. അത് കോപ്പർ ഓർ അലുമിനിയം വയർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇത് നമ്മൾ എന്ത് ചെയ്യുക, വൗണ്ട് ചെയ്യുക. ഓക്കെ, മെറ്റീരിയൽസ് നമ്മൾ കോപ്പറോ അല്ലെങ്കിൽ അലുമിനിയം ആണ്. ഓക്കെ, അത് ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ലാമിനേറ്റ് ചെയ്തിട്ടുണ്ടാവും, ഇനാമൽ ചെയ്തിട്ടുണ്ടാവും, വാർണിഷ് വെച്ച് നമ്മൾ ഇനാമൽ ചെയ്തിട്ടുണ്ടാവും. കാരണം ഓരോ കണ്ടക്ടേഴ്സ് തമ്മിൽ ടച്ച് ആവാതിരിക്കാൻ വേണ്ടി, ഷോർട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ചെറിയൊരു ഇൻസുലേഷൻ പ്രൊവൈഡ് ചെയ്യുക, നമ്മൾ വാർണിഷിലേക്ക് മുക്കുക അല്ലെങ്കിൽ വാർണിഷ് പോളിഷ് ചെയ്യുക, അങ്ങനെ പരിപാടി ചെയ്യും, ഇനാമൽ ചെയ്യുക എന്നാണ് പറയുക. ഓക്കെ, ഈ ആർമേച്ചർ വൈൻഡിങ്സിൽ അതുപോലെ തന്നെ 2 തരം വൈൻഡിങ്സ് ഉണ്ട്, നമ്മൾ 2 തരം കണക്ഷൻസ് ചെയ്യാറുണ്ട്, വേവ് വൈൻഡിങ്ങും ലാപ്പ് വൈൻഡിങ്ങും ഉണ്ട്. ഞാൻ പറയാം, നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അപ്പോൾ ആർമേച്ചർ വൈൻഡിങ് ഈസ് കണക്റ്റഡ് ടു എക്സ്റ്റേണൽ സർക്യൂട്ട്. അതായത് ഈ ആർമേച്ചർ വൈൻഡിങ്സ് എല്ലാം നമ്മൾ എവിടേക്ക് കണക്ട് ചെയ്യുക, ഈ പറഞ്ഞ കമ്മ്യൂട്ടേറ്ററിലേക്കാണ് കണക്ട് ചെയ്യുക.
നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണാം. ഈ ആർമേച്ചർ വൈൻഡിങ്സ് ഒക്കെ കണക്ട് ചെയ്തിരിക്കുന്നത് ഈ കമ്മ്യൂട്ടേറ്ററിലാണ്. ഓക്കെ, ഈ സ്പ്ലിറ്ററിംഗ് കമ്മ്യൂട്ടേറ്ററിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കണക്ട് ചെയ്യുക. എന്നിട്ട് ആ സ്പ്ലിറ്ററിംഗ് കമ്മ്യൂട്ടേറ്ററിൽ നമ്മൾ ബ്രഷ് വെച്ച് കണക്ട് ചെയ്ത് ആ ബ്രഷിൽ നിന്ന് നമ്മൾ ഔട്ട്പുട്ട് എടുക്കും. ഓക്കെ, അതുകൊണ്ട് പറഞ്ഞിട്ടുള്ളത് ഇതാണ് ആർമേച്ചർ വൈൻഡിങ്സ്. അത് നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണാൻ പറ്റും. ഈ സ്ലോട്ടിന്റെ ഇടയിൽ കുറെ സർക്കിൾസ് കണ്ടില്ലേ, സ്മോൾ സർക്കിൾസ്, ഇതാണ് എന്ത് ആർമേച്ചർ വൈൻഡിങ്സ്. നെക്സ്റ്റ് മെയിൻ പാർട്ടാണ് എന്ത് കമ്മ്യൂട്ടേറ്റർ ഓഫ് എ ഡി സി മെഷീൻ. അതായത് ഒരു ഡി സി ജനറേറ്ററിന്റെ മെയിൻ പാർട്ടാണ് എന്ത് കമ്മ്യൂട്ടേറ്റർ. ഒരു ഡി സി ജനറേറ്ററിന് ഡി സി ഔട്ട്പുട്ട് കിട്ടാൻ കാരണക്കാരനായ ഒരു പാർട്ടാണ് എന്ത് കമ്മ്യൂട്ടേറ്റർ. അപ്പോൾ കമ്മ്യൂട്ടേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സിലിണ്ടറിക്കൽ ഡ്രം ആണ്. അത് മൗണ്ടഡ് ഓൺ ദ ഷാഫ്റ്റ് അലോങ് വിത്ത് ആർമേച്ചർ കോർ. അതായത് ആർമേച്ചർ കോറിന്റെ കൂടെ തന്നെ മൗണ്ട് ചെയ്യുന്ന ഒരു പാർട്ടാണ് എന്ത് നമ്മുടെ കമ്മ്യൂട്ടേറ്റർ എന്ന് പറയാം. അപ്പോൾ കമ്മ്യൂട്ടേറ്റർ നമ്മൾ എങ്ങനെയാണ്, ഇതൊരു സ്പ്ലിറ്ററിംഗ് കമ്മ്യൂട്ടേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ കുറേ സെഗ്മെന്റ്സ് കുറേ പീസസ് എന്ത് ചെയ്യും ഇങ്ങനെ വെച്ച് സെഗ്മെന്റ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ടാവും. ഒറ്റ സിംഗിൾ പീസ് അല്ല, നമ്മൾ സെഗ്മെന്റ്സ് ആയിട്ടാണ് തിരിച്ചിട്ടുണ്ടാവുക. അത് ഓരോ സെഗ്മെന്റ്സും എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ട്. എന്ത് വെച്ചിട്ട് മൈക്ക എന്ന് വെച്ച മെറ്റീരിയൽ കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഈ ഓരോ കമ്മ്യൂട്ടേറ്ററിന്റെ ഇടയിൽ കണ്ടില്ലേ ഒരു ഗ്യാപ്പ് കണ്ടില്ലേ, ആ ഗ്യാപ്പ് സാധാരണ എയർ ഗ്യാപ്പ് ആണ് ഉണ്ടാവുക. പക്ഷെ എയർ ഗ്യാപ്പ് ആവാൻ പാടില്ല. എയർ ഗ്യാപ്പ് ആയി പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ രണ്ട് കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്സ് തമ്മിൽ ഒരു ഷോർട്ട് ഉണ്ടാവും. എയർ കൂടെ എന്ത് ചെയ്യും, സ്പാർക്ക് ഫ്ലോ ചെയ്യും, ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യും, അപ്പോൾ ഷോർട്ട് ആവും. അപ്പോൾ ആ ഷോർട്ട് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓരോ കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്സിന്റെ ഇടയിൽ എന്ത് ചെയ്യും, ഈ ഗ്യാപ്പിൽ നമ്മൾ എന്ത് ചെയ്യും, മൈക്ക എന്ന് വെച്ച എന്ന മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്യും, ഫില്ല് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് എന്ത് കുറയും, നമുക്ക് ഷോർട്ട് സർക്യൂട്ട് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു ഇൻസുലേഷൻ പോലെ ആക്ട് ചെയ്യും. മൈക്കയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഓരോ സെഗ്മെന്റ്സിന്റെ ഇടയിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യുക, ഫില്ല് ചെയ്യുക. അപ്പോൾ ആർമേച്ചർ വൈൻഡിങ്സ് എന്താണ്, ആർമേച്ചർ ഓരോ വൈൻഡിങ്സ് വേരിയസ് പോയിന്റ്സ് ആൻഡ് ദീസ് ടാപ്പിംഗ്സ് ആർ സക്സസീവ്ലി കണക്റ്റഡ് ടു ദ വേരിയസ് സെഗ്മെന്റ്സ് ഓഫ് ദ കമ്മ്യൂട്ടേറ്റർ. അതായത് ഇപ്പോൾ രണ്ട് കണ്ടക്ടർ ആണെങ്കിൽ ഉണ്ടാവുക, ആ രണ്ട് കണ്ടക്ടറിൽ ഒരു കണ്ടക്ടർ ഒരു സെഗ്മെന്റ്സിലും മറ്റേ കണ്ടക്ടർ മറ്റേ സെഗ്മെന്റിലും കണക്ട് ചെയ്യും. അതുപോലെ എത്ര കണ്ടക്ടർ ആണോ ഉള്ളത് അത്രയും കണ്ടക്ടേഴ്സ് നമ്മൾ ഓരോ സെഗ്മെന്റ്സിലും എന്ത് ചെയ്യും, ഫിക്സ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ കുറേ കണ്ടക്ടർ ഉണ്ടെങ്കിൽ ഈ കുറേ എല്ലാം കണ്ടക്ടർ നമ്മൾ എന്ത് ചെയ്യും, ഈ കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്സിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫിക്സ് ചെയ്യുക, കണക്ട് ചെയ്യുക. ഓക്കെ, ഒരു ഡി സി ജനറേറ്ററിൽ എന്താണ് ഓൾട്ടർനേറ്റ്, ഞാൻ പറഞ്ഞു ഈ പ്രിൻസിപ്പിൾ നമ്മൾ ഡീറ്റെയിൽ ആയി പഠിച്ചാണ്. ഏതൊരു ജനറേറ്റർ ഡി സി ജനറേറ്റർ ഓൾസോ പ്രൊഡ്യൂസ് എന്താണ് എ സി ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഇൻ കേസ് അത് ഡി സി ജനറേറ്റർ ആകുമ്പോൾ നമുക്ക് അതിനെ ഡി സി ആയി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, സ്പ്ലിറ്ററിംഗ് കമ്മ്യൂട്ടേറ്റർ ആണ് യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഡി സി മെഷീനിൽ ഡി സി മോട്ടറിൽ നമ്മൾ ഡി സി ജനറേറ്ററിൽ നമ്മൾ ഒരു റെക്ടിഫയർ ആയിട്ടാണ് നമ്മുടെ ഈ കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്സ് എന്ത് ചെയ്യാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ അതുപോലെ ഇത് ആർമേച്ചറിൽ നിന്ന് കറണ്ട് കളക്ട് ചെയ്ത് നമ്മൾ ബ്രഷ് ത്രൂ കൊടുക്കും. ഇതാണ് കമ്മ്യൂട്ടേറ്റർ ഓഫ് എ ഡി സി മെഷീൻസ്. ഓക്കെ, അത് നിങ്ങൾക്ക് ഇതായി ഫിഗറിൽ കാണാൻ പറ്റും. ഈ സർക്കിൾ കണ്ടില്ലേ, രണ്ട് സർക്കിൾസ് കണ്ടില്ലേ, കുറെ സെഗ്മെന്റ്സ് ആയി തിരിച്ച സർക്കിൾസ്. ഇതാണ് കമ്മ്യൂട്ടേറ്റർ. ഓക്കെ, ഈ ആർമേച്ചർ കണ്ടക്ടേഴ്സ് എല്ലാം ഈ കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്സിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഓരോന്ന് കണക്ട് ചെയ്യുക. എന്നാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുക ത്രൂ ബ്രഷസ്. നെക്സ്റ്റ് മെയിൻ പാർട്ടാണ് ബ്രഷസ്. ഓക്കെ, ബ്രഷ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഈ കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്സിൽ നിന്ന് നമുക്ക് കറണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പാർട്ടാണ് ബ്രഷസ്. അപ്പോൾ ഈ ബ്രഷസ് എന്ന് പറയുന്നത് എന്താണ്, ബ്രഷസ് ഉണ്ടാക്കിയിരിക്കുന്നത് കാർബൺ കൊണ്ടും അതുപോലെ ഗ്രാഫൈറ്റ് അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ബ്രഷസ് ഉണ്ടാക്കുക. കാരണം ഈ കാർബണും ഗ്രാഫൈറ്റിനൊക്കെ എന്താണ് കുറവ്, അതൊക്കെ ഫ്രിക്ഷൻ കുറവാണ്. കാരണം ഇത് ബ്രഷ് ഈസ് ഓൾസോ എ സ്റ്റാറ്റിക് പാർട്ട്. അത് ബ്രഷും അതുപോലെ തന്നെ സ്റ്റേഷനറി പാർട്ടാണ്, അത് അനങ്ങില്ല. ഈ ബ്രഷസ് നമ്മൾ എന്ത് ചെയ്യും, കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്സിൽ എന്ത് ചെയ്യും, ടച്ച് ചെയ്തിട്ടാണ് ബ്രഷസ് ഉണ്ടാവുക. അതായത് ഈ ബ്രഷസ് എപ്പോഴും ഈ കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്സിൽ ടച്ച് ചെയ്തിട്ടുണ്ടാവുക, അപ്പോഴാണ് നമുക്ക് ഈ ഔട്ട്പുട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴും ഒരു പ്രഷർ ഇതിൽ കിട്ടണം. അപ്പോൾ പ്രഷർ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, രണ്ട് സൈഡിലും നമ്മൾ എന്ത് ചെയ്യും, സ്പ്രിങ് കണക്ട് ചെയ്യും. ഓക്കെ, ഈ സ്പ്രിങ് കണക്ട് ചെയ്യുമ്പോൾ എഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, കമ്മ്യൂട്ടേറ്ററിന് സെഗ്മെന്റ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു പ്രഷർ സ്പ്രിങ് കൊടുക്കും. അപ്പോൾ എപ്പോഴും ടച്ച് ആവും. ഓക്കെ, അപ്പോഴാണ് എപ്പോഴും ഒരു കോണ്ടാക്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈ ബ്രഷസിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കുറേ ഒരു മോട്ടോർ കുറേ ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രഷസിന് എന്ത് ചെയ്യും, തേയ്മാനം സംഭവിക്കും. ഫ്രിക്ഷൻ സംഭവിച്ചാൽ അതിന് വെയർ ആൻഡ് ടയർ സംഭവിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് പ്രശ്നം, നമ്മൾ ഈ ബ്രഷസ് പീരിയോഡിക്കലായിട്ട് നമ്മൾ മാറ്റണം. അപ്പോൾ ഒരു മോട്ടറിന്റെ ഒക്കെ നമുക്ക് ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഒരു മോട്ടർ ഔട്ട്പുട്ട് വർക്ക് ചെയ്യില്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ട ബ്രഷാണ്. ഓക്കെ,
ബ്രഷിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ്, അതുപോലെ ജനറേറ്റർ നമുക്ക് ഔട്ട്പുട്ട് കറക്റ്റായി കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ബ്രഷ് പോയി ഉണ്ടാവും, ചിലപ്പോൾ കറക്റ്റ് കോണ്ടാക്റ്റ് കിട്ടുന്നില്ല. നമ്മൾ പീരിയോഡിക്കലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ബ്രഷസ് നമ്മൾ മാറ്റണം. അതുപോലെ വീട്ടിലൊക്കെ മിക്സി ഉണ്ടാവില്ലേ, ഈ മിക്സിയുടെയൊക്കെ ബ്രഷ് പോയി കേൾക്കാറില്ലേ, എന്താണ് ആ ബ്രഷ് കുറേ ഓടി ഓടി കഴിഞ്ഞാൽ ബ്രഷ് സ്പാർക്കൊക്കെ ഉണ്ടായ ബ്രഷിൻ്റെ വേറെ എന്തെങ്കിലും സംഭവിച്ചാൽ ബ്രഷ് ചെറുതായി വരും, റെക്ടാങ്കിൾ ഷേപ്പാണ്. അപ്പോൾ ആ ബ്രഷ് നമ്മൾ മാറ്റണം, അപ്പോഴാണ് നമുക്ക് കറക്റ്റ് കോണ്ടാക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ കാർബണും ഗ്രാഫൈറ്റും കൊണ്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ബ്രഷ് ഉണ്ടാക്കുക. ഇതാണ് ഒരു ബ്രഷിൻ്റെ ഒരു പ്രാക്ടിക്കൽ ഇമേജ്. ഈ ബ്രഷിൽ നിന്നാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഷാഫ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ഫിഗറിൽ ഞാൻ പറഞ്ഞുതരാം. ഇത് ഈ രണ്ട് റെക്ടാങ്കിൾ ഷേപ്പിൽ രണ്ട് ബ്ലാക്ക് കളറിൽ കണ്ടില്ലേ, ഇതാണ് എന്ത് ചെയ്യുക, ബ്രഷസ് എന്ന് പറയുക. ബ്രഷ് എന്താണ്, കമ്പ്യൂട്ടർ സെഗ്മെന്റ്സിൽ ടച്ച് ചെയ്തിട്ടാണ് ഇരിക്കുക. എപ്പോഴും ടച്ച് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പ്രിങ്സ് യൂസ് ചെയ്യും. ഓക്കെ, എന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, കണ്ടക്ടർ വെച്ച് ഔട്ട്പുട്ട് എടുക്കുക. നെക്സ്റ്റ് വൺ ഈസ് ഷാഫ്റ്റ്. അപ്പോൾ എന്താണ് ഷാഫ്റ്റ്? ഒരു ഡി സി മെഷീൻ്റെ ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു മെക്കാനിക്കൽ കമ്പോണൻ്റ് ആണ്. അതായത് ഞാൻ പറഞ്ഞു ഈ ആർമേച്ചറും ആർമേച്ചർ കോറും ആർമേച്ചർ വൈൻഡിങ്ങും ആർമേച്ചറും അതുപോലെ കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്സ് ഒക്കെ നമ്മൾ എന്തിലാണ് മൗണ്ട് ചെയ്യുക, ഈ ഷാഫ്റ്റിലാണ് എന്ത് ചെയ്യുക, മൗണ്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡി സി ജനറേറ്റർ ആകുമ്പോൾ നമ്മൾ ഈ ഷാഫ്റ്റിലാണ് നമ്മൾ എന്ത് കൊടുക്കുക, ഒരു ഫോഴ്സ് റൊട്ടേഷണൽ ഫോഴ്സ് കൊടുക്കുക. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, അവിടെ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുക. അതുപോലെ മോട്ടറാണെങ്കിൽ നമുക്ക് ഷാഫ്റ്റിൽ നിന്നാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. ഷാഫ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ഒരു ഡി സി മെഷീനിൽ. ഓക്കെ, അപ്പോൾ ഷാഫ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്, സ്റ്റീൽ MS കൊണ്ടാണ്, മൈൽഡ് സ്റ്റീൽ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഷാഫ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അത് നല്ല സ്ട്രെങ്ത് വേണം, നല്ല ബ്രേക്കിംഗ് സ്ട്രെങ്ത് വേണം ഷാഫ്റ്റിന്. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഷാഫ്റ്റിൽ അതേപോലെ തന്നെ നമ്മളിപ്പോൾ മോട്ടറൊക്കെ ആണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പുറത്തൊരു ഫാന്. അപ്പോൾ ഫാനൊക്കെ കണക്ട് ചെയ്തിരിക്കുന്നത്, ഈ കൂളിംഗ് ഫാനൊക്കെ നമ്മൾ മൗണ്ട് ചെയ്തിരിക്കുന്നത് ഷാഫ്റ്റിലാണ്. എല്ലാ പാർട്ടും, അതായത് റൊട്ടേറ്റിംഗ് എല്ലാ പാർട്ടും നമ്മൾ കണക്ട് ചെയ്യുക ഷാഫ്റ്റിലാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ബെയറിംഗ്. അപ്പോൾ ഞാൻ ഇവിടെ ഈ ഫിഗറിൽ കാണിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു ഇന്നർ സർക്കിൾ കണ്ടില്ലേ, ഈ ഇന്നർ സർക്കിൾ ഷെയ്ഡ് തന്നെ അതാണ് ഷാഫ്റ്റ്. ഓക്കെ, ഇതാണ് ഷാഫ്റ്റ്. ഷാഫ്റ്റിലാണ് നമ്മൾ എല്ലാം മൗണ്ട് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ബെയറിംഗ്. ബെയറിംഗ് നിങ്ങൾക്ക് അറിയാം, ബെയറിംഗ് ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് തന്നെയാണ് ഒരു മോട്ടറിൽ. അത് ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ബെയറിംഗ്സ് ഉപയോഗിക്കുക. ബെയറിംഗ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് ഹൈ കാർബൺ സ്റ്റീൽ കൊണ്ടാണ് ഉണ്ടായിരിക്കുക. ഇപ്പോൾ ഇവിടെ ഈ ഫിഗറിൽ കാണാം ബെയറിംഗ് ഉണ്ടല്ലേ, ഷാഫ്റ്റിൽ നമ്മൾ മൗണ്ട് ചെയ്തിട്ടുണ്ടാവും. ഒരു ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബെയറിംഗ്സ് യൂസ് ചെയ്യുന്നത്. ബെയറിംഗ്സ് നമ്മൾ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ടെർമിനൽ ബോക്സ്. ടെർമിനൽ ബോക്സ് അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് തന്നെയാണ്. മനസ്സിലാക്കിയത് നിങ്ങൾ ലാബിലൊക്കെ ഉണ്ടാവും, ടെർമിനൽസ് ഉണ്ടാവും. ഒരു ഡി സി ജനറേറ്ററിൻ്റെ മുകളിൽ കുറേ ടെർമിനൽ ബോക്സ് ഉണ്ടാവും. ആ ടെർമിനൽ ബോക്സിൻ്റെ ഉള്ളിലാവും കുറേ പോയിന്റ്സ് ഉണ്ടാവും. ആ പോയിന്റ്സ് നമ്മൾ ഔട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാം ഇതൊരു ടെർമിനൽ ബോക്സ്. അപ്പോൾ എല്ലാം കണ്ടക്ടറിൻ്റെ പോയിന്റ്സ് ഒക്കെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലാണ് എന്ത് ചെയ്യുക, ഒരു സെക്യൂർഡ് ആയിട്ട് സൂക്ഷിക്കാൻ വേണ്ടി, പോയിന്റ്സ് ഒക്കെ സെക്യൂർഡ് ആയിട്ട് നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കണ്ടെയ്നറാണ് എന്താണ്, ടെർമിനൽസ്. ഓക്കെ, ഇതിനാണ് നമ്മൾ എന്ത് ചെയ്യുക, തുറന്നിട്ട് നമ്മൾ ഇതിന് കുറേ പോയിന്റ്സ് ഉണ്ടാവും. ഈ പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്യുക, ഔട്ട് എടുക്കുക. ഇതാണ് ടെർമിനൽ ബോക്സ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഡി സി ജനറേറ്ററിൻ്റെ മെയിൻ പാർട്ടുകൾ. ഒരു ഡി സി മോട്ടർ നോക്കിയാൽ നിങ്ങൾക്ക് ഈ സെയിം പാർട്ട് തന്നെ കാണാൻ പറ്റുക. തമ്മിലും വലിയ ചെറിയ വ്യത്യാസം പോലും ഒന്നുമില്ല, സിമിലർ ഡിസൈൻ തന്നെയാണ് രണ്ടും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡി സി ജനറേറ്ററിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ. എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്, രണ്ട് പാർട്ടുകളുണ്ട്. എന്തൊക്കെയാണ്, സ്റ്റേറ്ററും അതുപോലെ റോട്ടറും ഉണ്ട്. സ്റ്റേറ്റർ പറയുമ്പോൾ സ്റ്റാറ്റിക് പാർട്ടാണ്, അത് അനങ്ങില്ല. റോട്ടർ പറയുമ്പോൾ റൊട്ടേറ്റിംഗ് പാർട്ടാണ്, നമ്മൾ അതാണ് റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ സ്റ്റേറ്ററിൽ എന്തൊക്കെയാണ് വരിക, ഫീൽഡ്, അത് പോൾ ഷൂ, അതിൽ പോൾ വൈൻഡിങ്, അതുപോലെ തന്നെ ബ്രഷസ്, യോക്ക്, ഇതൊക്കെയാണ് സ്റ്റേറ്റർ പാർട്ടിൽ വരുന്നത്. അതുപോലെ റോട്ടേറ്റിൽ വരുന്നത് ആർമേച്ചർ വൈൻഡിങ്, ആർമേച്ചർ കോർ, കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്സ്, ബെയറിംഗ്, ഇതൊക്കെ നമ്മൾ ഷാഫ്റ്റ്, ഇതൊക്കെ എന്താണ് റോട്ടറിൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഫിഗർ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഈ ഫിഗർ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ വരയ്ക്കണം. എന്നിട്ട് ഓരോ പാർട്ടിനെ കുറിച്ച് കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്ത് വൃത്തിയിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾ നന്നായി മനസ്സിലാക്കണം. ഒരു പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ കാണണം. ലാബിലൊക്കെ പോയി ഡിസ്മാൻഡിൽ ചെയ്ത് കഴിഞ്ഞ് കൃത്യമായി ഓരോ പാർട്ടുകളും നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, ഇത്രയും കാര്യമാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് പുതിയൊരു വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, കാണാം. ഓക്കെ.